പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ചക്കക്കുരുവും മുരിങ്ങയിലയും വെച്ചിട്ടുള്ള നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള ഒരു തോരൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ അതെങ്ങനെയാണ് തയ്യാറാക്കുമെന്ന് നോക്കിയാലോ. അതിനായിട്ട് കുറച്ച് മുരിങ്ങയില ഞാനിവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് ചക്കക്കുരു ആണ്. അപ്പം അത് കഴുകി വൃത്തിയാക്കി തൊലിയൊക്കെ കളഞ്ഞ് കുക്കറിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ അതൊക്കെ വെള്ളമൊഴിച്ച് കുക്കറിൽ ഒരു വിസിൽ വരുന്നത് വരെ ഒന്ന് വേവിച്ചെടുക്കണം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അടച്ചു വെച്ച് ഒരു വിസിൽ വരുന്നവരെ വേവിച്ചെടുക്കാം. ഇനി നമുക്ക് ഈ സമയം കൊണ്ട് തന്നെ നമ്മുടെ മുരിങ്ങയിലയൊക്കെ ഒന്ന് വൃത്തിയാക്കി എടുക്കാം. അപ്പോൾ മുരിങ്ങയിലയൊക്കെ ഞാൻ കഴുകി നല്ലതുപോലെ വെള്ളമൊക്കെ വാഴ്ത്തി കളഞ്ഞ ശേഷമാണ് ഇതൊന്ന് എൻ്റെ തണ്ടൊക്കെ ഒന്ന് കളഞ്ഞെടുക്കുന്നത്. അപ്പോൾ ആ മുരിങ്ങയിലയൊക്കെ ഒന്ന് അതിന് തണ്ടൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ട ഉള്ളിയും വറ്റൽമുളകും ഒക്കെ ഒന്ന് ചതച്ചെടുക്കണം. അതിനായിട്ടൊരു 6-7 വറ്റൽമുളകും 6 ചുവന്നുള്ളിയും എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മിക്സിയുടെ ജാറിലിട്ടതൊന്ന് ക്രഷ് ചെയ്തെടുക്കാം. ഈ സമയം കൊണ്ട് തന്നെ നമ്മുടെ ചക്കക്കുരുവൊക്കെ ഒന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് അടുപ്പ് ഓഫ് ചെയ്യാം. ഇനി ചക്കക്കുരുവൊക്കെ ഒന്ന് വെന്ത് വരുമ്പോഴേക്കും നമുക്ക് ഉള്ളിയും വറ്റൽമുളകൊക്കെ ഒന്ന് വഴറ്റിയെടുക്കാം. അതിനായിട്ടൊരു പാത്രത്തിൽ അല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്താൽ ഉള്ളിയും വറ്റൽമുളകൊക്കെ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കണം. അപ്പോൾ ഉള്ളിയും വറ്റൽമുളകൊക്കെ ഒന്ന് മൂത്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് അല്പം തേങ്ങ ചിരവിയതും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് എല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമ്മൾ നേരത്തെ വൃത്തിയാക്കി വെച്ചിരുന്ന മുരിങ്ങയില ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് എല്ലാം കൂടി ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. മുരിങ്ങയില ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ വാടി കിട്ടും കേട്ടോ. ഈ സമയം കൊണ്ട് തന്നെ നമ്മുടെ ചക്കക്കുരുവിൻ്റെ വിസിലൊക്കെ ഒന്ന് പോയി അതിലെ വെള്ളമൊക്കെ ഒന്ന് കളഞ്ഞ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് എല്ലാം കൂടി നല്ലതുപോലെ ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. നല്ലൊരു ടേസ്റ്റാണ് നമ്മുടെ ഈ ചക്കക്കുരു മുരിങ്ങയിലയും വെച്ചിട്ടുള്ള ഈ തോരൻ. അപ്പം ഞാൻ ഈ ചക്കക്കുരു ഒക്കെ ഒന്ന് ഉടച്ചു കൊടുക്കുന്നുണ്ട്. ചക്കക്കുരു ഉടച്ച് മുരിങ്ങയിലയോടെ ചേർക്കുമ്പോൾ നല്ലൊരു രുചിയാണ്. പിന്നെ നമുക്ക് അടുപ്പ് ഓഫ് ചെയ്യാം. അപ്പോൾ നമ്മുടെ തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊക്കെ ഒന്നും മറക്കരുത്. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.